വോട്ടർ പട്ടിക പരിഷ്കരണം ആവശ്യമാണെങ്കിലും അത് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുന്ന വിധത്തിൽ ആകാൻ പാടില്ല. കേരളത്തിലെ കാര്യമെടുക്കാം. ഏപ്രിൽ മാസത്തിൽ ആസാമിലും ബംഗാളിലും നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് SIR തയ്യാറാക്കാൻ വേണ്ടി അതിഥി തൊഴിലാളികൾ കൂട്ടത്തോടെ അവരുടെ നാടുകളിലേക്ക് പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഒരു ചെറിയ ജില്ലയാണ് കോട്ടയം. കോട്ടയത്ത് നിന്ന് പോലും 3 ലക്ഷത്തിലധികം നിർമ്മാണ തൊഴിലാളികൾ മാത്രം പോയി കഴിഞ്ഞു എന്നാണ് കണക്ക്. കേരളത്തിലെ നിർമ്മാണ മേഖല സജീവമാകുന്നത് ജനുവരി മുതൽ ജൂൺ മാസം വരെയുള്ള കാലത്താണ്. ഈ കാലയളവിലാണ് തൊഴിലാളികൾ വോട്ടർ പട്ടിക പരിഷ്കരിക്കാൻ വേണ്ടി അവരുടെ നാട്ടിലേക്ക് പോയത്. അവിടുത്തെ ഒരു പ്രത്യേകത മെയ് മാസം മുതൽ അവിടെ കൃഷി ആരംഭിക്കും എന്നുള്ളതാണ്. വോട്ടർ പട്ടിക തയ്യാറാക്കിയാൽ പോലും കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് പോയവർ അവിടെ തങ്ങും. അതിൻ്റെ ഫലമായി പണി തീർക്കേണ്ടിയിരുന്ന കെട്ടിടങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലാകും. അത് വലിയ തോതിൽ കേരളത്തിലെ നിർമ്മാണ മേഖലയെ ബാധിക്കും. അതുപോലെ തന്നെ ഹോട്ടൽ വ്യവസായത്തെയും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കൂട്ടത്തോടെയുള്ള യാത്ര പ്രതികൂലമായി ബാധിക്കും. കോഴി ഫാമുകളിലും കൈതകൃഷി നടത്തുന്ന മേഖലകളിലുമെല്ലാം ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വലിയ സാന്നിധ്യമുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ അവതാളത്തിലാവുകയാണ്. അതുകൊണ്ട് സാമ്പത്തിക നട്ടെല്ലൊടിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാരും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൂട്ടായി ചിന്തിച്ച് പരിഹരിക്കേണ്ടത് ആവശ്യമാണ്.